സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഗസ്റ്റ് ആണ് അമ്മുക്കുട്ടി. അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ. ഇവർക്ക് എന്നെ കൊണ്ട് സ്വൈര്യക്കാടാണ്. ഞാൻ അങ്ങനത്തുള്ള ഒരാളാണ്. അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ? പ്രായം പറഞ്ഞ പ്രശ്നമല്ലേ? 7 years old. ഞാൻ ഉറക്കെ പറയാമോ? ചേച്ചിക്ക് 40 വയസ്സാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. 84. ആരും പറയല്ലേ. പിന്നെ ചേച്ചി പിന്നെ എന്നോട് സ്വകാര്യ പറഞ്ഞു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഞാൻ ഒന്നോടെ ചോദിക്കട്ടെ, ഏത് മൂഡ്? വായ മൂട്. വായ മൂടാൻ പറ്റൂല. പറ്റില്ലെങ്കിൽ മൂടണ്ട. പിന്നെ എന്തിനാ ചോദിച്ചേ? വലിയ ആളാവല്ലേട്ടാ. ഈ തായ്ലൻഡ് മലയാളം എന്താ? തായ്ലൻഡിന്റെ തായ്ലാൻഡ്. എവിടുന്ന് കൊണ്ടുവന്ന ഈ സാധനം? പാലക്കാടിന്റെ ഭാഷ പറയാൻ അറിയോ? ഞാൻ ഇംഗ്ലീഷ് മാത്രമേ വീട്ടില് പാടും. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. So let us talk in English. Come. അയ്യോ വേണ്ട വേണ്ട, നമ്മൾ ഇന്ന് മലയാളം അല്ലേ. ചോദിക്കും, വേഗം സമയം കളയണ്ട, വേഗം ചോദിക്കും. അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വരുന്ന സൈസാണോള്. കണ്ണാടിയൊക്കെ കണ്ട് തോന്നില്ല ചേച്ചിക്ക് ബുദ്ധിയുള്ള പോലെ? കണ്ണാടി വെച്ചവര് മാത്രമേ നല്ല ബുദ്ധിയുള്ളൂ. എനിക്കറിയാം. ഇനി എങ്കിലും ഊരി കളയടേ. റോസമ്മയ്ക്ക് പേരിട്ടിട്ടുണ്ട് തഗ്ഗേശ്വരി. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. ഞാൻ പേരിട്ടേ ചോദ്യേശ്വരി. ഈ അഭ്യാസം ഒന്നും അവളോട് ചെലവാവില്ല. അവളൊരു വിളഞ്ഞ വിത്ത. ആദ്യം കണ്ട് മമ്മൂക്കിയോട് മിണ്ടും ഒക്കെ ചെയ്തപ്പോ എന്ത് തോന്നി? ഞാൻ വിചാരിച്ചു അത്രയ്ക്കൊന്നും മിണ്ടുണ്ടായില്ലോ. പക്ഷെ മമ്മൂക്ക് ആരാണ്, സൂപ്പർ ആയിട്ട് സംസാരിക്കും. നീ ആള് കൊള്ളാമല്ലോ. മമ്മൂക്കെ കണ്ടപ്പോ എന്റെ കിളി അങ്ങോട്ട് പോയി. ഇപ്പൊ പ്രൊമോഷന്റെ ഒക്കെ ഇടയിൽ എന്തായിരുന്നു ഈ സസ്പെൻസ് എല്ലാം കീപ്പ് ചെയ്യണം. മമ്മൂക്ക ഉണ്ടോന്നൊക്കെ എത്ര പേര് ചോദിച്ചത്. ഇങ്ങനെ ആരാ ട്രെയിനിങ് തന്ന് വിട്ടെ? അതില്ലേ, മമ്മൂക്ക വന്നപ്പോ അവിടെ ഒടുക്കത്തെ കയ്യടിയായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂവിൽ മൊത്തം മമ്മൂക്കുണ്ട് പറഞ്ഞ അങ്ങനത്തെ കയ്യടി വരുമോ? തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ വരില്ല. അതാണ് പറയാത്തത്. എന്റെ കുട്ടി 2ാം ക്ലാസ്സിലാണല്ലേ. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എമ്മയ്ക്കാ പഠിക്കണേ. അടുത്ത ഏതൊക്കെ സിനിമകൾ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് പറ. ഒരുപാടുണ്ടല്ലോ. കോസ്മിക് സാംസൺ, കോസ്മിക് സാംസൺ, ആ പുള്ളിയാ. കാട്ടാളൻ. കാട്ടാളൻ. പേരുകളൊന്നും ഓർമ്മയിലില്ല. ഓക്കെ, എല്ലാത്തിലും റോസമ്മ തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? റോസമ്മയോ? റോസമ്മ എന്ന് വിളിക്കരുതല്ലേ, റോസ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി. പൊക്കൂല്ലാത്ത ആളുടെ കൂടെ നിൽക്കണം. ഈ ആള് തിരക്കല്ലല്ലോ മോനെ. ഓക്കെ, അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ജിഞ്ചർ മീഡിയ ബൈ. നിനക്ക് ഭാവി